കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ ശ്ലോകം 47 ചെയ്തു. അതിൽ അവസാനം മഹിഷാസുരൻ തന്നെ ദേവിയുടെ നേരെ അനവധി കോടി തേർപ്പടയും മാനപ്പടയും കുതിരപ്പടയൊക്കെ ചുറ്റപ്പെട്ടുകൊണ്ട് മഹിഷാസുരനും ദേവിയോട് യുദ്ധത്തിന് എത്തി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി ഇതൊക്കെ യുദ്ധം തന്നെയാണ് കേട്ടോ. അതാണൊരു ഒരു 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 വിഷമം. കുറേ യുദ്ധം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പക്ഷെ അങ്ങനെയാണ് ദേവിയുടെ കഥ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യില്ലേ പറ്റുള്ളൂ. തോമരൈർ ഭിണ്ടി പാലൈശ്ച ശക്തിഭിർമുസലൈരഭി യുയുധു സംയുഗേ ദേവ്യാ ഖൽഗൈഃ പരശുപട്ടിസൈ. കേജിത് എന്താ ചില അസുരന്മാർ തോമരൈഃ ഭിണ്ടിപാലൈഃ ച ശക്തിഭിഃ മുസലൈഃ അപി ഖൽഗൈഃ. ഇതൊക്കെ എല്ലാ ആയുധങ്ങളുടെ പേരാ പറയണം കേട്ടോ. അതോ പിന്നെ എന്താണ്, കുന്തം, തോമരം കുന്തം, ഭിണ്ടിപാലേ കവണ, ശക്തി പറഞ്ഞ വേല്, പിന്നെ മുസലം ഇരുമ്പൊലയ്ക്ക, പിന്നെ അസി വാള്, ഖൽഗാണ് വാള്, അസി പറഞ്ഞിട്ടില്ലേ അതിൽ. പിന്നെയോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. എന്താ പറയുക, കുന്തം, കവണ, വേല, ഇരുമ്പൊലയ്ക്ക, വാള്. പിന്നെയോ പരശുപട്ടിസൈഃ സംയുഗൈഃ ദേവ്യാ സഹ യുയുധു. അവർ ഉപയോഗിച്ച എന്താണ് ആയുധങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞതും. പിന്നെ മഴു മുതലായ ആയുധങ്ങൾ ഉപയോഗിച്ച് ദേവിയോട് പൊരുതി. അത്ര തന്നെയുള്ളൂ അതിൽ. തോമരൈർ ഭിണ്ടിപാലൈശ്ച ശക്തിഭിർമുസലൈരഭി യുയുധു സംയുഗേ ദേവ്യാ ഖൽഗൈഃ പരശുപട്ടിസൈ. പരശു വെച്ചാൽ ഇതാണല്ലോ, എന്താ പറയുക, മഴുവാണല്ലോ. ഇനി 49. കേചിച്ച ചിക്ഷിപു ശക്തീഃ കേചിത് പാശാംസ്തഥാ പരേ ദേവീം ഖൽഗപ്രഹാരൈശ്ച തേതാം ഹന്തും പ്രചക്രമു. ദേവി എന്തൊക്കെയാണെന്നറിയോ? അല്ല, വേറെ കേജിത്ത് ചില അസുരന്മാർ, വേറെ ചിലരെ ശക്തിഹീച്ച ചിക്ഷിപു വേല എറിഞ്ഞു ദേവിയുടെ മേലേക്ക്. കേജിത്ത് പാശാൻ, മറ്റു ചില അസുരന്മാർ വരുണപാശം പ്രയോഗിച്ചു. തഥാ അപരേ വേറെ ചില അസുരന്മാർ, വേറെ കുറേ അസുരന്മാർ തേ താം ദേവീം ആ ദേവിയെ ഖൽഗപ്രഹരൈഃ, അതായത് ഖൽഗപ്രഹരൈഃ ഹന്തും ച പ്രചക്രമു, വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ തുനിഞ്ഞു. ആര്? വേറെ ചിലർ. എന്താ അപ്പോൾ ഇതിൽ പറയണ, ഈ ഒരു ശ്ലോകത്തിൽ പറയണ വെച്ചാൽ ഇതൊക്കെ യുദ്ധം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില അസുരന്മാർ വേലെറിഞ്ഞു ദേവിയുടെ മേലേക്ക്, ചിലർ വരുണപാശം പ്രയോഗിച്ചു. വേറെ ചില അസുരന്മാർ ദേവിയെ ഖൽഗം കൊണ്ട്, അതായത് വാളുകൊണ്ട് വെട്ടി കൊല്ലാനും തുനിഞ്ഞു അസുരന്മാർ. അപ്പോൾ കേചിച്ച ചിക്ഷിപു ശക്തീഃ, ഇവിടെ ശക്തി പിന്നെ വേല എന്ന ആയുധമാണ് കേട്ടോ. കേചിത് പാശാംസ്തഥാ പരേ ദേവീം ഖൽഗപ്രഹാരൈശ്ച, അതായത് വാളുകൊണ്ട് അടിച്ചിട്ട്, ഖൽഗം കൊണ്ട് പ്രഹരിക്കുക പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിയിട്ട്, തേതാം ഹന്തും പ്രചക്രമു ആ ദേവിയെ കൊല്ലാനായിട്ട് ആഞ്ഞെടുക്കുകയാണ് അവർ. ഇനി 50. സാപി ദേവി തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രജിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. അപ്പോൾ ദേവി എങ്ങനെയാണ് അതിന് പ്രതികരിച്ചത് എന്നാണ് കേട്ടോ, റെസ്പോണ്ട് ചെയ്തത്. സാ ദേവി ചണ്ഡിക,
ആ ചണ്ഡികാദേവിയാകട്ടെ നിജശസ്ത്രാസ്ത്രവർഷിണി തൻ്റെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിച്ച, അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മന്ത്രത്തോടു കൂടി അയക്കണത് അസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ അമ്പ, മന്ത്രത്തോടു കൂടി അയക്കണതാണ് അത്ര അസ്ത്രം. തതഹ താനി ശസ്ത്രാണി അസ്ത്രാണി, അപ്പോൾ അവരുടെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ലീലയ ഏവ പ്രതിച്ഛേദ, വെറും കളിയായിട്ട്, ലീലയായിട്ട്, കേവലം കളിയായിട്ട് മുറിച്ചു തള്ളീന്ന്. ദേവിക്ക് ശരിക്കും ഒരു തമാശയാണത്, അസുരന്മാർക്കല്ല കേട്ടോ. അപ്പം അത് പ്രത്യേകം പറയേണ്ട എന്താ അറിയോ, ആ ദേവി ചണ്ഡികാദേവി ആദ്യമായിട്ടാണ് പ്രയോഗിക്കണം കേട്ടോ. തൻ്റെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിച്ചിട്ട്, അസ്ത്രങ്ങൾ മന്ത്രം ഉപയോഗിച്ച് അയക്കുമ്പോൾ അസ്ത്രങ്ങൾ, വെറുതെ അയക്കുകയാണെന്ന് വെച്ചാൽ ശസ്ത്രങ്ങൾ കേട്ടോ. അപ്പോൾ ദേവിയുടെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും കൊണ്ട് ഈ അസുരന്മാരുടെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയൊക്കെ ലീലയ, ഒരു തമാശ പോലെയുള്ളൂ ദേവിക്ക്, ഒരു ലീലയായിട്ട് അതിനെ മുഴുവനെ മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അരിഞ്ഞു തള്ളി. അപ്പോൾ ഇതിൽ ആദ്യമാണ് ചണ്ഡിക എന്നുള്ള നാമം ഇപ്പം ദേവീമഹാത്മ്യത്തിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുകയാണ്. ആ ദേവിയുടെ ഭയങ്കരം, അതായത് ഫെറോഷ്യസ് ആയിട്ടുള്ള ആ ദേവിയെ ചണ്ഡിക എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യേണ്ട, അതേസമയം അത്യത്ഭുതകരവും ആണ്. ചണ്ഡിക എന്നുള്ള വാക്കാവുമ്പോൾ ഭയങ്കര ഫെറോഷ്യസാണ് ഈ ദുഷ്ടന്മാരോടെ, മാത്രമല്ല അത്ഭുതകരമായിട്ടുള്ളൊരു ഒരു ഒരു രൂപമാണ്. ഭഗവതിക്ക് ഈ അസുരന്മാരുടെ ആക്രമണം വെറുമൊരു തമാശ, ശരിക്കും ലീല. നമ്മൾ ഭഗവാന്റെ ഒക്കെ പറയില്ലേ ലീലയാണെന്ന് പറയുമല്ലോ. ഈ ചാണൂരനും മുഷ്ടികനൊക്കെ ആയിട്ട് മല്ലയുദ്ധത്തിനൊക്കെ വരുമ്പോൾ കാണുന്നവരൊക്കെ അയ്യോ ഇത്ര ചെറിയൊരു കുട്ടി ഇത്ര വലിയ മല്ലന്മാരോട് യുദ്ധം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കാണുന്നവരൊക്കെ, അവിടെ കാണാതിരിക്കണവർക്കൊക്കെ കംസൻ്റെ ഇതിൽ എല്ലാവർക്കും വലിയ വിഷമമായി. പക്ഷേ ഭഗവാന് ലീലയാണ്. അപ്പോൾ കുറേ നേരം അയാളെ ഇട്ട് കളിപ്പിക്കും, അയാൾക്ക് മല്ലയുദ്ധത്തിനുള്ള മോഹം തീരട്ടെ വെച്ചിട്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ദേവിക്കും, വെറൊരു തമാശയാണ്, ലീലയാണ്, ഒരു നാടകം പോലെ. അത്ര എഫർട്ട്ലെസ്, പ്രയത്നമില്ലാതെയാണ് ദേവി ചെയ്യണത്. അതായത് ലീലാച്ച എന്താ ശരിക്കും, ലീല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു തമാശ അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. അതായത് സ്പോർട്ടീവ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അമ്യൂസ്മെൻ്റ്, സ്പോർട്ടീവ്, ഒരു നാടകം പോലെ ഉള്ളൂ ദേവിക്ക്. എല്ലാം ലീലയാണ്. അതായത് ഭഗവതിക്ക് അത് അറിഞ്ഞും കൊണ്ടാണ് ഇത് വെറും ലീലയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഭഗവതിക്ക് ഇതൊന്നും വിധിയല്ല. ഇപ്പം ഈ അസുരന്മാർക്ക് ഇതൊക്കെ വിധിയാണ്, ഭഗവതിയോടെ പിന്നെ പോരാടി മരിക്കണം എന്നുള്ള വിധി. ഭഗവതിക്ക് ഒന്നും വിധിയില്ല, ഭഗവതിയുടെ ഇച്ഛ മാത്രമേ ഉള്ളൂ. അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമല്ലേ, അതാണ് വ്യത്യാസം. എന്താ അറിയോ, ഈശ്വരന്മാർക്ക് അല്ലെങ്കിൽ പിന്നെ പരമായിട്ടുള്ള ഈശ്വരന്മാർക്കൊക്കെ അവരുടെ ഇച്ഛ അനുസരിച്ച് ചെയ്താൽ മതി. അവരൊന്നും നമ്മളെപ്പോലെ പ്രീ ഡെസ്റ്റൈൻഡ് അല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയൂലോ, ഭാഗവതത്തിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഭഗവാനെ കർത്തും അകർത്തും അന്യഥാ കർത്തും എന്ന് പറ്റും. അതായത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, എന്ത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ മറ്റൊരു തരത്തിൽ ചെയ്യുകയോ അന്യഥാ കർത്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കോ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേറൊരു തരത്തിൽ ചെയ്യാനോ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നോക്കൂ, അർജുനൻ്റെ കാര്യം നോക്കൂ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യിപ്പിച്ചു ഭഗവാൻ, ഇല്ലേ? അപ്പം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞു വെച്ചാൽ ഈ കർത്തും അകർത്തും അന്യഥാ കർത്തും എന്നുള്ള മൂന്നും നമുക്കില്ല. നമ്മളുണ്ടെന്നൊക്കെ തോന്നും, നമുക്കുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഇല്ല. പക്ഷേ ദേവിക്കിപ്പോൾ അങ്ങനെ, ഇപ്പോൾ ദേവിയുടെ കഥയാണല്ലോ പറയുന്നത്. അപ്പോൾ ദേവിക്ക് അങ്ങനെയല്ല, ചെയ്യാം, ചെയ്യാതിരിക്കാം, മറ്റൊരു തരത്തിൽ ചെയ്യാം. അപ്പോൾ അവരൊന്നും പ്രീ ഡെസ്റ്റൈൻഡ് അല്ല. അത് പ്രത്യേകം നമ്മൾ, അതുകൊണ്ടാണ് ലീല എന്ന് പറയണത്. അതായത് എന്താ വെച്ചാൽ എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ സ്വന്തം ഇച്ഛ പോലെ ചെയ്യണു. അസുരന്മാരെ അങ്ങനെയല്ല, അവർ വളരെ സീരിയസ് ആണ്, അല്ലേ? മായയാൽ മോഹിതരാണ്, നമ്മളെപ്പോലെയാണ്, മായയാൽ മോഹിതരാണ്.
അപ്പോൾ വിജയം വേണമെന്ന് അവർ ഭയത്തോടു കൂടിയാണ് ആഗ്രഹിക്കണത്. ദേവിക്കോ ഭയത്തിൻ്റെ ലാഞ്ചനയില്ല. ഉണ്ടോ? ഒരു ഭയമില്ല. ദേവിയോ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് യുദ്ധം ചെയ്യണത്. അതുകൊണ്ടാണ് ദേവിക്ക് ലീലയായി തോന്നണതേ. ആ ആത്മവിശ്വാസവും വിജയം സുനിശ്ചിതമാണെന്നുള്ളത് ഉറപ്പുകൊണ്ടും ആണ് അല്ലേ. നമുക്കൊരിക്കലും അങ്ങനെ ഇല്ല. അൺലെസ് നമ്മൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ദേവിയുടെ ശക്തിയായി തീർന്നാൽ നമുക്കുണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ മായയിൽ കിടക്കണോടത്തോളം ആർക്കും അതില്ല. മായാമോഹിതരായിട്ട് ജീവിക്കണ ആർക്കും തന്നെ ഈ ലീലയാ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എന്നാൽ പോലും അത് നടന്നോളണം എന്നില്ല ലാസ്റ്റ് അല്ലേ. എന്തെല്ലാം ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പുറപ്പെട്ടാൽ ചെയ്യാൻ പറ്റാതെയൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ടല്ലോ ഇല്ലേ. ഒന്നും വിചാരിച്ച പോലെ ആയിക്കൊള്ളണം എന്നില്ല. ഈശ്വരേച്ഛയും നമ്മളുടെ ഇച്ഛയും ഒന്നാണെങ്കിൽ അത് നടക്കും. ഈശ്വരേച്ഛ വേറെയും നമ്മുടെ ഇച്ഛ വേറെയാണെന്ന് വെച്ചാൽ എത്ര മിടുക്കനാണെങ്കിലും എത്ര പണം ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും ഈശ്വരേച്ഛ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈശ്വരന് ആ പ്രശ്നമില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഭഗവതി ഈ ലീലയാ അവരോട് പൊരുതി. വെറും ലീലയാ അവരോട് പൊരുതി. ആരാ? ചണ്ഡിക. ആദ്യമായിട്ടാണ് ചണ്ഡിക എന്നുള്ള പേര് ഇതിലിപ്പോൾ ദേവമഹാത്മ്യത്തിൽ നമുക്ക് വന്നത്. ആകെ 28 പ്രാവശ്യം 29 വരുള്ളൂ എന്നൊക്കെ ഞാൻ വായിച്ചു അവിടെ. അത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ 50 ഞാൻ വായിക്കാം. എന്താണ്? സാവിദേവി തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രചിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. അപ്പം ലീലയൈവ എന്നുള്ള ലീലയാ ഏവ എന്നുള്ളതിന് നല്ല അർത്ഥം ഉണ്ടെന്ന് പറയുകയാണ്. കാരണം കർത്തും അകർത്തും അന്യഥാ കർത്തും ചെയ്യുന്ന ദേവിയാണത്. പ്രഭു എന്ന് പറയുന്നത് തന്നെ ഭഗവാനെ അതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ കണ്ടുല്ലോ. അപ്പോൾ അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് വളരെ ശാന്തമായിട്ടൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പേടിയില്ലാതെ ചെയ്യാൻ പറ്റും. മറ്റവർക്ക് എന്താ, അസുരന്മാർക്ക് ഈശ്വര ജയിക്കില്ലേ എന്നൊക്കെ പേടിയുണ്ടേ. മറ്റ് വിജയം ഉറപ്പാണല്ലോ. അതാണ് വ്യത്യാസം കേട്ടോ. ഇനി അനായാസാനനാദേവി സ്തൂയമാനാസുരർഷിഭി മുമോചാസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ചേശ്വരി. അപ്പം നമുക്ക് 51 അർത്ഥം നോക്കാം കേട്ടോ. അനായാസാനന സാദേവി. മുഖത്തെ ഒരു എഫർട്ടും ആയാസവും വാട്ടവും ഒന്നുമില്ലാതെ ആ ദേവി ഒരു ക്ഷീണാവട്ടെ, ഒരു അയ്യോ എന്തൊരു വിഷമിച്ചിട്ടാണ് ഞാൻ ചെയ്യണമെന്ന നാട്യം പ്രയത്നത്തിൻ്റെ ഒരു ഒന്നുമില്ല. ഒരായാസവും ഇല്ലാതെ ഒരു മുഖമൊന്നും ഒരു തരി പോലും ക്ഷീണമോ ഒന്നും കാണിക്കാത്ത, അതൊന്നും പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ പ്രകടമാകാത്ത ആ ദേവി, അങ്ങനത്തെ മുഖമാണ്. അങ്ങനത്തെ മുഖമുള്ള ആ ദേവി സുരർഷിഭിഹി, പിന്നെ ആ സുരർഷിഭിഹി സ്തൂയമാനാച്ച ഈശ്വരി. അങ്ങനെയുള്ള ദേവി എന്തുണ്ട്, ഈ ദേവർഷികളൊക്കെ സ്തുതിച്ചും കൊണ്ടിരിക്കുന്നു. ദേവർഷികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ചണ്ഡികാദേവി അസുരദേവേഷു ശസ്ത്രാണി അസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ച മുമോച. അസുരന്മാരിൽ ശരം വർഷിച്ചു, അസുരന്മാരുടെ മേലേക്ക് ശരവർഷം ചെയ്തു എന്ന്. എങ്ങനത്തെ ദേവി? ദേവർഷികളാൽ സ്തുതിക്കപ്പെടുന്ന ആ ചണ്ഡികാദേവി. പിന്നെ എങ്ങനത്തെ ദേവി? മുഖത്തൊരു ക്ഷീണോ വാട്ടോ ഒരു വിഷമോ അനായാസ ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ തോന്നും. അങ്ങനെയുള്ള മുഖത്തോടുള്ള ദേവി, ദേവർഷികളാൽ സ്തുതിക്കപ്പെടുന്ന ആ ദേവി അതായത് അസുരന്മാരിൽ അസുരദേഹേഷു പറഞ്ഞു, അസുരന്മാരുടെ മേലിക്ക് ശരവർഷം നടത്തി. അതായത് ഇതൊക്കെ ശരിക്കും എന്താ നമ്മൾ കാണിക്കണം വെച്ചാൽ, ഇതൊക്കെ ഇറ്റ് ഷോസ് ഗുഡ് ഓവർ ഈവിൾ. എപ്പോഴും അൾട്ടിമേറ്റ്ലി അവസാനം എപ്പോഴും ധർമ്മവും സത്യവും ജയിക്കും.
അധർമ്മവും അസത്യവും തോൽക്കും എന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവർ നല്ല ശക്തിയുള്ളവരാണെങ്കിലും കുറേ കാലം ഇന്ദ്രനെയൊക്കെ ഓടിച്ച് അവിടെ സുഖായിയൊക്കെ ഇരുന്നേ. അവരുടെ അപ്പം അവർക്കും അവസാനം എന്താ ഉണ്ടാവുക, അവർക്ക് നാശം വരും. അതാണ് ഇറ്റ് ഈസ് നന്മ ജയിക്കുന്നു, തിന്മയെ തോൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റെപ്രസെൻറ്റ്സ് ഗുഡ് ഓവർ ഈവിൾ ശരിക്കും തന്നെ. അതായത് അധർമ്മം നശിക്കും. ആദ്യം കുറേ കാലമൊക്കെ അധർമ്മികൾ ജയിക്കും, പിന്നെ അപ്പം അങ്ങനെയാണല്ലോ ഉണ്ടായത് മഹാഭാരത യുദ്ധത്തിലും അല്ലേ. കുറേ കാലം കൗരവന്മാർ അവരെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തായി, മനസ്സമാധാനവും ഈ ധർമ്മം ചെയ്യുന്നവർക്കാണ്, പാണ്ഡവന്മാർക്കാണ്. പിന്നെ അവസാനം ജയവും അവർക്ക് ഉണ്ടായില്ലോ. പിന്നെ എന്താ വെച്ചാൽ പാപമില്ല, അനാവശ്യം അധർമ്മമൊന്നും ചെയ്യാത്തതുകൊണ്ട് പാപബന്ധനവും ഇല്ലേ. അപ്പം എന്ത് നിലയ്ക്ക് നോക്കിയാലും അവസാനം ഇപ്പം അതാണതിൽ ഏകദേശം കാണിക്കണത്. അനായാസാനനാ ദേവി സ്തൂയമാനാ സുരർഷിഭി. ആനനം ചൽ മുഖമാണ്, അതാണ് അനായാസമായ മുഖം. അനായാസാനനാ ദേവി സ്തൂയമാനാ സുരർഷിഭി മുമോചാസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ചേശ്വരി. അതായത് ഈശ്വരുടെ കയ്യിൽ നിന്ന് അസ്ത്രങ്ങളൊക്കെ വിട്ടുപോയി. മുമോച പറഞ്ഞാൽ മുക്തി കൊടുത്തു. അസ്ത്രങ്ങളൊക്കെ എവിടെ ചെന്ന് വീഴാനാണ് മുക്തി കൊടുത്തത്? അസുരന്മാരുടെ ദേഹത്തിൽ. അതാണ് വാക്കിൻ്റെ അർത്ഥം കേട്ടോ. മുമോച അതായത് മുമോച പറഞ്ഞു വെച്ചാൽ എന്താ, മുക്തി കൊടുക്കുക. എന്തിന്? അസ്ത്രങ്ങളൊക്കെ. മീൻസ് അസ്ത്രം അയച്ചു എന്നല്ലേ അർത്ഥമുള്ളൂ. എന്നിട്ട് അസുരന്മാരുടെ ദേഹത്തിൽ ചെന്ന് പതിച്ചു. സോബി ക്രുദ്ധോത്തത സടോ ദേവ്യാ വാഹനകേസരി ചചാരാസുര സൈന്യേഷു വനേശിവഹുതാശന. 52. ദേവ്യ വാഹനകേസരി, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം. സഹ അഭിക്രുദ്ധോദ്ധത സടഹ, കോപിച്ചിട്ടേ സട ഇളക്കിയിട്ട്, ആ സട പറഞ്ഞ ഈ മുഖത്തിന് 4 പുറമുള്ള രോമമുണ്ടല്ലോ, അതൊക്കെ ഇട്ട് അടിച്ച് ഇളക്കി. അസുര സൈന്യേഷു ചചാര, അസുരന്മാരുടെ ഇടയിൽ കൂടെ ഓടി നടന്നു ആരസിംഹം. ഏതുപോലെ? വനേഷു ഹുതാശനം ഇവ, കാട്ടിൽ തീയെന്ന പോലെ. അതായത് ഈ ദേവിയും കൊണ്ടേ, ദേവിയുടെ വാഹനമാണല്ലോ, ദേവിയും കൊണ്ട് ഓടുമ്പോൾ ദേവി അസ്ത്രങ്ങളൊക്കെ എഴുതി അവർ മുറിപ്പെടുത്തുന്നുണ്ട്. അതിന് പുറമെ ഈ സിംഹത്തിൻ്റെ വകയും. സിംഹം അതിൻ്റെ സട പറ്റണത്ര സട ഒക്കെ എന്താ പറയുക, കൂർത്ത രോമൊക്കെയാണ് ഈ സിംഹത്തിൻ്റെ. ആ സിംഹത്തിൻ്റെ എന്തായാലും അതെ എല്ലാം. അപ്പോൾ വേനിക്കിങ്ങനെ ഈ മറ്റേ മുള്ളമ്പന്നിന് മുള്ളു പോലെ വേനിക്കും. അതൊക്കെ കൊണ്ടാലേ ദേഷ്യം വന്നിട്ടാകുമ്പോൾ ഭയങ്കര ഫോഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ദേഷ്യം വന്ന് സട ഇളക്കി ഈ അസുരന്മാരുടെ ഇടയിൽ കൂടെ, വലിയ സിംഹമാണ്, അസുരന്മാരുടെ ഇടയിൽ കൂടെ അങ്ങനെ ഓടിപ്പോവാൻ തുടങ്ങി. അപ്പം അനവധി ആൾ, ആ വഴിയിലുള്ളവർ അനവധി ആൾ വീണ് മരിക്കും. അപ്പോൾ അത് ഏതിനോടാണ് കമ്പയർ ചെയ്തിരിക്കണം, ഉപമിച്ചിരിക്കണം അറിയോ? ഈ പിന്നെ ഇതില്ലേ, എന്താ പറയുക, കാട്ടുതീ അങ്ങോട്ട് പടർന്നിട്ട് വൃക്ഷങ്ങളെ ഇതാന്ന് പറയുന്ന സമയം കൊണ്ട് അങ്ങോട്ട് നശിപ്പിക്കൂലോ, ദഹിപ്പിച്ച് കളയൂല. അനവധി ഭാഗം അങ്ങോട്ട് ദഹിച്ചു പോവും. കാറ്റും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. കാട്ടുതീ അങ്ങോട്ട് പിടിച്ചാൽ പിന്നെ കാറ്റും ഉണ്ടാച്ചാൽ അങ്ങോട്ട് അനവധി മരം ഒന്നിച്ച് നശിക്കില്ലേ. അതുപോലെ ഈ സിംഹത്തിൻ്റെ പിന്നെ ഈ സട, ഭയങ്കര മൂർച്ചയുള്ള സട കുലുക്കി അങ്ങോട്ട് ഈ അസുരന്മാരുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ അനവധി ആളങ്ങനെ മരിച്ചു. അതാണ് ഒരു പിന്നെന്താണ്, കാട്ടുതീയിൽ മരങ്ങൾ കത്തിയെരിയുന്ന പോലെ ആ സൈന്യങ്ങളെ നശിപ്പിച്ചു. അതായത് സിംഹത്തിൻ്റെ വകയും കുറേ നശിപ്പിച്ചു എന്ന് പറയണം കേട്ടോ. സോബി ക്രുദ്ധോദ്ധത സടോ ദേവ്യാവാഹന കേസരി ചചാരാസുര സൈന്യേഷു വനേഷിവ ഹുതാശന. അതായത് എന്താണ്, അഗ്നി മരങ്ങളെ വൃക്ഷങ്ങളെ നശിപ്പിക്കണ പോലെ നശിപ്പിച്ചു. ഇനിയോ ഇനി നല്ല തമാശ എന്താ അറിയോ? നിശ്വാസാൻ മുമുചേ യാം സ്തുയുധ്യമാനാരണേംബിക ത ഏവ സദ്യ സംഭൂത ഗണ ശതസഹസ്രശഃ. അപ്പോൾ 53 എന്താ വെച്ചാൽ ദേവിക്ക് ലീലയാണെന്ന് നമ്മൾ പറഞ്ഞുല്ലോ, 2 ശ്ലോകത്തിന് മുമ്പ് പറഞ്ഞുല്ലോ. എന്നാൽ യുദ്ധം ചെയ്യണതിനൊരു രസം പോരാന്ന് തോന്നിയിട്ടാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. അതായത്
ദേവിക്കൊരു ലീലയാണ്. എന്നാൽ യുദ്ധം ചെയ്യാൻ കുറച്ചും കൂടി ആളായിക്കോട്ടെ എന്ന് ദേവി ചിന്തിക്കുന്ന പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് പറയാണ്. അതായത് ഒരു രസത്തിനാണോ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഭീകര രൂപങ്ങളെ, ഭൂതഗണങ്ങളെ സൃഷ്ടിക്കാൻ തീർച്ചയാക്കി. എന്നിട്ട് എന്നാൽ അവരെയും കൂട്ടി യുദ്ധം ചെയ്യാം, എന്നാൽ കുറച്ചും കൂടി ഒരു രസമാണെന്നുള്ള നിലയ്ക്ക് അത് അങ്ങനെ തോന്നും നമുക്കെന്ന്, അതറിയുള്ളൂ. എന്നിട്ട് എന്താ ചെയ്തത്, രണേ യുദ്ധ്യമാന അംബിക. ഈ അംബിക എന്നുള്ള പേരാണ് ഇപ്പോൾ ദേവിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൽ ആദ്യമായിട്ട് അതുകൊണ്ട് അംബിക എന്ന് ഉപയോഗിക്കണത് കേട്ടോ, ദേവിക്കുള്ള പേര്. അപ്പം രണേ യുദ്ധ്യമാന അംബിക, യുദ്ധത്തിൽ പോരാടുന്ന ഈ അംബികാദേവി, യാൻ നിശ്വാസാൻ തു മുമുചെ, എത്ര ശ്വാസം വിടുന്ന, എല്ലാ പ്രാവശ്യവും ശ്വാസം വിടുന്നതിനോട് കൂടെ ഓരോ ശ്വാസം വിടുമ്പോഴും തേ ഏവ സദ്യ, അവ ഉടനടി എന്താവും, ശതഃ സഹസ്രശഃ ഗണാഹ സംഭൂത. ഓരോ പ്രാവശ്യം ശ്വാസം എക്സൈൽ ചെയ്യുമ്പോഴും ദേവി അനേകായിരം ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു. അതായത് ദേവിക്ക് ലീലയായിട്ട് ആടുക പറഞ്ഞു. അപ്പോൾ ദേവിക്കൊരു രസം തോന്നി. ഓക്കെ, എന്നാൽ ഞാൻ കുറേ എൻ്റെ ഭൂതഗണങ്ങളെയും കൂടി സൃഷ്ടിച്ചോളാം, അവരും കൂടി യുദ്ധം ചെയ്യട്ടെ അസുരന്മാരോട് എന്ന് തീർച്ചയാക്കിയ പോലെ എന്ന് തോന്നുമാറ് ശ്വാസം, ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അതിന്ന് കുറച്ചൊന്നുമല്ല, ശതസഹസ്രം, 100 ടൈംസ് 1000, ലക്ഷം, 100-ന് 2 പൂജ്യമല്ലേ, 1000-ന് 3, അപ്പോൾ 1,00,000. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും എക്സൈൽ ചെയ്യുമ്പോഴും ദേവി ശ്വസിക്കുമ്പോൾ, പുറത്തേക്ക് ശ്വസിക്കുമ്പോൾ ഒക്കെ ഓരോ പ്രാവശ്യവും 1,00,000 വീതം ഭൂതഗണങ്ങൾ അങ്ങോട്ട് സൃഷ്ടിച്ചപ്പെട്ടു ദേവിയാൽ. അതാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ അംബിക എന്നുള്ള പേര് ആദ്യമായിട്ട് ഇവിടെയാണ് ഉപയോഗിക്കണം, ദേവഹാത്മ്യം നമ്മളിപ്പോൾ തുടങ്ങിയതിന് ശേഷം. അത് പോട്ടെ. അതായത് ചണ്ഡിക ദേവി എന്നാണ് അത്ര ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ച ദേവിയുടെ പേര്, ദേവി എന്നുള്ള പേരാത്രേ. പിന്നെ ഏറ്റവും അധികം ഫ്രീക്വൻസി ചണ്ഡിക എന്നുള്ള പേരാണ് അത്ര ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ അംബികയാണ് അത്രേ. പിന്നെ അംബിക എന്നുള്ളതിന് നല്ല അർത്ഥമുണ്ട്. എന്താ പറയുക, അമ്മ തന്നെയാണ് അർത്ഥം. അതായത് ദേവിയുടെ ആ മാതൃത്വ ഭാവമാണ് കാണിക്കണം. അതായത് അമ്മയായി കാണാൻ നമ്മളെ അമ്മയായിട്ട് കണ്ടാൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ രക്ഷിക്കും. അതാണപ്പോൾ ദേവന്മാർ ശരിക്കും കൂടെ ആശ്രയിച്ചു ദേവിയെ. അപ്പം എന്താ, ഈ ദേവി ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നൊരു ദേവന്മാരെ രക്ഷിക്കാൻ തീർച്ചയാക്കി. അതാണ് അംബിക എന്നുള്ള പേര് വളരെ സ്പെഷ്യലാണ്. അമ്മയായിട്ട് കാണുമ്പോൾ അംബിക എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അംബ എന്നുള്ളതല്ലേ. അപ്പോൾ അമ്മയായിട്ട് നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ശരണാഗതി അടഞ്ഞാൽ അമ്മ നമ്മളെ, ഒരമ്മ എങ്ങനെയാണ് ഒരു കുട്ടിയെ രക്ഷിക്കുക, അതുപോലെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല, നമുക്കൊക്കെ ആണെച്ചാൽ രക്ഷിക്കാൻ ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ കുട്ടികളെ, അല്ലേ? ഭഗവതിയല്ലേ അമ്മ, ഈ അമ്മ ഭഗവതിയാണ്. അപ്പം എന്താ പറ്റുക, ദിവ്യ രീതിയിൽ രക്ഷിക്കും നമ്മളെ. സാധാരണക്കാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ രക്ഷിക്കുക. അതുകൊണ്ടാണ് അംബിക എന്നുള്ള പേര് വളരെ ഇതാണ്, മനസ്സിലായില്ലേ? അതായത് യൂണിവേഴ്സൽ മദറുമാണ്, അല്ലേ? ജഗന്മാതാവുമാണ്. അതായത് അമ്മയ്ക്ക് എപ്പോഴും മാതൃഭാവമല്ലേ ഉള്ളൂ. എന്നാലോ കുട്ടികളെ വല്ലതും ചെയ്യാൻ വന്നാൽ ശത്രുഭാവമുണ്ട്. അതെത്ര നല്ലതായിട്ടുള്ളൊരിതല്ലേ, എനിക്കത് വളരെ ഇഷ്ടമായി. അതായത് അംബിക എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്താ വെച്ചാൽ ദേവന്മാരെ ശരണാഗതി അടഞ്ഞപ്പോൾ അവരെ മക്കളെപ്പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളെ രക്ഷിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും. പക്ഷെ നമുക്കൊരു ഡിവിനിറ്റിയോടുകൂടി ദിവ്യ രീതിയിൽ ചെയ്യാൻ നമുക്ക് ദിവ്യശക്തി ഒന്നുമില്ലല്ലോ. ഭഗവതി ദിവ്യമാണല്ലോ. അപ്പോൾ ഭഗവതി നമ്മളെ ശരണാഗതി അടഞ്ഞാൽ നമ്മളെ ദിവ്യമായിട്ടുള്ള രീതിയിൽ രക്ഷിക്കും. വേറെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയ്ക്ക് നമ്മൾ രക്ഷിക്കും. അതുമാത്രമല്ല, നമ്മുടെ മാത്രമല്ല, ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ ജഗന്മാതാവുമാണ്. അപ്പോൾ ആ അമ്മയ്ക്കാവും മാത്രം പോരാ. ആ അമ്മയ്ക്ക് എന്താ കാരണം വെച്ചാൽ കുട്ടികളെ ഉപദ്രവിക്കാൻ വന്നാൽ ശത്രുഭാവം വേണേ. അത് രണ്ടും ഉണ്ട് ഭഗവതിക്ക്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. മാതൃഭാവമുണ്ട്, ശത്രുഭാവമുണ്ട്.
അങ്ങനത്തെ ജഗന്മാതാവ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ അംബിക എന്നുള്ളതിന് ആ മാതൃത്വഭാവം നമ്മൾ നല്ലോണം ആലോചിക്കാൻ ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്. കാരണം അംബിക എന്നുള്ള പേര്. അപ്പോൾ നമുക്കും നല്ല അമ്മയാണ്, ഞാൻ അമ്മയെ ആശ്രയിക്കണ പോലെ ആശ്രയിക്കണമെന്ന് പറഞ്ഞ് ഭഗവതി നമ്മൾ ശരണാഗതി അടഞ്ഞാൽ ഭഗവതി തീർച്ചയായിട്ടും ദിവ്യമായിട്ടുള്ള രീതിയിൽ നമ്മളെ രക്ഷിക്കും, പിന്നെ സംരക്ഷിക്കും. അതാണ് ഇത്. നമുക്ക് അപ്പോൾ ആ ജഗന്മാതാവിനെ നമസ്കരിച്ച് നമുക്ക് ഇവിടെ നിർത്താം. എത്രാമത്തെ ഇപ്പോൾ കഴിഞ്ഞത്? 53 അല്ലേ? അപ്പം ഞാൻ 53 വായിച്ച് നമുക്ക് അംബികാദേവിയെ ഇവിടെ പിന്നെ നമസ്കരിച്ച് നമുക്ക് 54 നാളെ ചെയ്യാം. ഇത് ഞാൻ വായിക്കട്ടെ കേട്ടോ. നിശ്വാസ അതാണ് അനവധി ആൾക്കാരെ ഉണ്ടാക്കുക പറഞ്ഞില്ല. ഓരോ ശാസ്ത്രം 1,00,000 കേട്ടോ, ശതസഹസ്രം ഉണ്ടാക്കി. എന്നിട്ട് അവരൊക്കെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭഗവതിക്ക് ലീലയാണ്, എല്ലാം കൂടി ലഹള, ഭയങ്കര ലഹള, അത്രയേ ഉള്ളൂ. ഷീസ് നോട്ട് അല്ലേ, ഭയങ്കര കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ്. നിശ്വാസാൻമുമുചേ യാം സ്തു യുധ്യമാനാരണേംബിക ത ഏവ സദ്യ സംഭൂത ഗണാ ശതസഹസ്രശ. സദ്യ പറഞ്ഞാൽ ഈ പെട്ടെന്ന്, അതായത് ഇങ്ങനെ ശ്വാസം ഇങ്ങോട്ട് പുറത്തേക്ക് വിടുമ്പോൾ പെട്ടെന്ന് അപ്പം തന്നെ 1,00,000 ഭൂതഗണങ്ങളുണ്ടായി. അങ്ങനെ അവരും യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജഗന്മാതാവായിട്ടുള്ള അംബികാദേവിക്ക് നമസ്കാരം. ശ്രീ ദുർഗായൈ നമഃ.